ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ പിടിച്ചുലച്ചിട്ടുള്ള CBSE ഡിജിറ്റൽ മൂല്യനിർണ്ണയ അഴിമതിയുടെ വിവരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ വിദ്യാർത്ഥികൾ CBSE സിലബസിൽ പഠിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണണം. ഇതധികം സംസാരിക്കപ്പെട്ടിട്ടില്ല. ഇത് മൂടി വയ്ക്കാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് പാറ്റകൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടത്തിയിട്ടുള്ള സമരം അറിയാലോ. ആ പാറ്റകൾ എന്തിനിറങ്ങി എന്നതിന്റെ ഉത്തരം കൂടി ഇതിനകത്തുണ്ട്. സാർത്ഥക് സിദ്ധാന്ത് എന്ന ഒരു 17-കാരൻ പുറത്തുകൊണ്ടുവന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. +2 വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്കൂൾ ബോർഡായിട്ടുള്ള CBSE ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ പണയപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള കോടികളുടെ ഡിജിറ്റൽ ടെൻഡർ അഴിമതിയുടെ പൂർണ്ണ രൂപം ഇന്ന് രാജ്യം സംസാരിക്കുമ്പോൾ നമ്മളത് സംസാരിക്കാതെ പോയാൽ നമ്മുടെ കുട്ടികളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും, വഞ്ചനയായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു കൊണ്ടുവരേണ്ടത് മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസികളാണ്. പക്ഷെ അവരാരും പുറത്തു കൊണ്ടുവന്നിട്ടില്ല. അവർക്കാർക്കും ഈ വൻ ക്രമക്കേട്, ഈ വലിയ അഴിമതി, ഈ വലിയ ചതി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതുകൂടി നോക്കണം. ഇവിടെ 17 വയസ്സുള്ള ഒരു +2 വിദ്യാർത്ഥി, അയാൾ പരീക്ഷ എഴുതി, +2 പരീക്ഷ എഴുതി, CBSE പരീക്ഷ എഴുതി. പക്ഷെ അയാൾക്ക് കിട്ടിയ മാർക്ക് അയാൾക്കറിയാമല്ലോ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ആ എഴുതിയിട്ടുള്ള ഉത്തരങ്ങൾക്കനുസരിച്ച് ഒരു മാർക്ക് കിട്ടാതെ വന്നപ്പോൾ എന്തുകൊണ്ട് തനിക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കി ഒരു പുനർമൂല്യനിർണ്ണയത്തിന് ഒരു അപേക്ഷ കൊടുത്ത് അതിന്റെ കോപ്പി വാങ്ങി, പരീക്ഷാ പേപ്പറിന്റെ കോപ്പി വാങ്ങി. ഇത് രണ്ടും കിട്ടിയപ്പോഴാണ് ഞെട്ടിക്കുന്ന പല സത്യങ്ങളും പുറത്തു കൊണ്ടുവന്നത്. CBSE അവരുടെ ആ പരീക്ഷാ പേപ്പർ നോക്കൽ എളുപ്പത്തിലാക്കാനും അത് കുറ്റമറ്റതാക്കാനും അത് ഒന്ന് ഫാസ്റ്റായി നടക്കാനും വേണ്ടിയിട്ട് അടുത്തിടെ പുതിയൊരു സാങ്കേതിക വിദ്യ നടപ്പിലാക്കി. OSM, അതായത് ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി അങ്ങോട്ട് നടപ്പിലാക്കി. ഈ സിസ്റ്റം അനുസരിച്ച് ഈ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷ പേപ്പർ ആദ്യം അവർ സ്കാൻ ചെയ്യും. അതിനുശേഷം അത് ഡിജിറ്റൽ കോപ്പികളാക്കി മാറ്റിയിട്ട് പിന്നെ അത് അധ്യാപകർ പേന എടുത്ത് നോക്കുന്നതിന് പകരം കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കിയിട്ട് മൂല്യനിർണ്ണയം നടത്തും. എന്നാൽ ഈ സാങ്കേതികവിദ്യ നടപ്പിലാക്കാൻ വേണ്ടി CBSE തെരഞ്ഞെടുത്തിട്ടുള്ള കമ്പനിയും അതിനായി നടത്തിയിട്ടുള്ള ടെൻഡർ നടപടികളും രാജ്യത്തെ പിടിച്ചുലച്ച വിവാദങ്ങൾക്ക് കാരണമാണ് എന്ന് മനസ്സിലാക്കണം. ആ കമ്പനി ഏതാണെന്ന് കേൾക്കുമ്പോഴാണ് ഞെട്ടിത്തെരിച്ചു പോണത്. 2025-2026 അധ്യയന വർഷത്തിലെ CBSEയുടെ +2 പരീക്ഷാഫലം പ്രഖ്യാപിച്ചപ്പോൾ സാർത്ഥക് സിദ്ധാന്തിന് ചില സംശയം, അതായത് അയാൾ എഴുതിയിട്ടുള്ള വിഷയങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്ക്, പരീക്ഷ വളരെ നന്നായിട്ട് എഴുതിയിട്ടുള്ള തനിക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്ന് പരിശോധിക്കാൻ അവൻ റീവാലുവേഷൻ അപേക്ഷ നൽകുന്നു. പിന്നീട് പരീക്ഷാ പേപ്പറിന്റെ കോപ്പി, അതും ഡിജിറ്റൽ സ്കാൻ ചെയ്ത കോപ്പി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് രണ്ടും കിട്ടിയ സാർത്ഥക് സിദ്ധാന്ത് ഞെട്ടാണ്. കൈപ്പറ്റിയിട്ടുള്ള ഡിജിറ്റൽ ഉത്തരക്കടലാസുകൾ കണ്ട സാർത്ഥക് അതിന്റെ സ്കാൻ ചെയ്തിരിക്കുന്നത് വളരെ മോശം നിലവാരത്തിലായിരുന്നു. അതായത് വളരെ കുറഞ്ഞ മെഷീനിൽ സ്കാൻ ചെയ്യുന്നു. പല പേജുകളും വ്യക്തമല്ല, ചിലർക്ക് ബ്ലറായി കിടക്കുന്നു, ചില പേജുകളെങ്കിലും ഇല്ല. അതായത് അയാൾ എഴുതിയിട്ടുള്ള ഉത്തരക്കടലാസിൽ എത്ര പേപ്പർ എഴുതിയിട്ടുണ്ടോ അതിൽ പല പേജുകളും സ്കാൻ ചെയ്യാൻ പോലും വിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. മിസ്സിംഗ് പേജസ് ആണ്. അതിലുമപ്പുറം സാർത്ഥക് കണ്ട് ഞെട്ടിയിട്ടുള്ള മറ്റൊരു വിവരം എന്ന് പറയുന്നത് പല പേജുകളുടെയും ഉത്തരങ്ങൾ കമ്പ്യൂട്ടറിലൂടെ അധ്യാപകൻ പരിശോധിക്കുകയോ മാർക്കിടുക പോലും ചെയ്തിട്ടില്ല. അതായത് അതിൽ എഴുതി ഉത്തരം എഴുതി ശരി തന്നെ, പക്ഷെ ആ ഉത്തരം ശരിയാണോ തെറ്റാണോ, അത്തരത്തിലൊരു ഉത്തരം അവിടെ ഉണ്ടോ എന്ന് പോലും ആ പരീക്ഷാ പേപ്പർ നോക്കിയാലും നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണോ മാർക്ക് ഉണ്ടാകുന്നത്? ഏതായാലും സാർത്ഥക് അതിൽ വിടാൻ ഉദ്ദേശിച്ചില്ല. ഇയാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് പുനഃപരിശോധന നടത്താം, അതിലൂടെ വലിയ മാർക്ക് വാങ്ങാം. ആ മാർക്ക് വാങ്ങിയിട്ട് അയാളെ ഭാഗം സേഫാക്കാം. പക്ഷെ സാർത്ഥക് ആ 17-കാരൻ അവിടെ നിർത്തിയില്ല. അത് സാർത്ഥകിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള വേദാന്ത് ശ്രീവാസ്തവ, അതിൽ പിന്നെ ഒരു എത്തിക്കൽ ഹാക്കറായിട്ടുള്ള നിസർഗ അധികാരി, ഈ ഇവർ 3 പേരും കൂടെ ചേർന്നിട്ട് ഇതിന്റെ പിന്നിൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതിന്റെ കാരണങ്ങൾ, ഇത് സാർത്ഥകിന് മാത്രമാണോ സംഭവിക്കുന്നത്, മൊത്തത്തിൽ ഇത് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് തീരുമാനിച്ചു. ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക പബ്ലിക് പ്രൊക്യൂർമെന്റ് പോർട്ടല്, അതിൽ 100 കണക്കിന് പേജുകളുള്ള CBSEയുടെ ടെൻഡർ ഫയലുകൾ ഉണ്ടാവും. ആ ടെൻഡർ ഫയലുകൾ ദിവസങ്ങളോളം ഇരുന്നവർ സൂക്ഷ്മമായിട്ട് അങ്ങോട്ട് താരതമ്യം ചെയ്തു. അവരുടെ ആ അന്വേഷണത്തിൽ നിന്നാണ് CBSE ഏതൊക്കെയോ ചില ഉന്നത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് സ്വന്തം നിയമപുസ്തകം തിരുത്തി എഴുതി എന്ന ഞെട്ടിക്കുന്ന സത്യം അവർ കണ്ടെത്തുകയും അത് സാർത്ഥക് തന്റെ വെബ്സൈറ്റിലൂടെ ഹൗ CBSE റിവോർട്ട്സ് ടു യുവർ കോയംപ്റ്റ് എഡ്യൂടെക് എന്ന പേരിൽ ഒരു വിവരം, ഒരു ബ്ലോഗ് നന്നായിട്ട് അങ്ങോട്ട് എഴുതി അങ്ങോട്ട് പബ്ലിഷ് ചെയ്തു. അങ്ങ് പുറത്തുവിട്ടു വിവരം. ആരാണ് ഈ കോയംപ്റ്റ് എഡ്യൂടെക് എന്നറിയോ? അതൊരു കറുത്ത ചരിത്രമുള്ള, എന്താ പറയാ, അത്രത്തോളം ബ്ലാക്ക് മാർക്ക് നേടിയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഹൈദരാബാദ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കോയംപ്റ്റ് എഡ്യൂടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി അവരുടെ പശ്ചാത്തലം പരിശോധിച്ചപ്പോൾ അഴിമതിയുടെ വ്യാപ്തി, അതിന്റെ ഭീകരത ഒക്കെ കണ്ടു ഞെട്ടാണ്. കാരണം മുമ്പ് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ കണ്ണീരാഴ്ത്തിയിട്ടുള്ള ഒരു വലിയ ദുരന്തമുണ്ട്. നമുക്കറിയാം, അത് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കറിയാം. ഇന്നും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. ഗ്ലോബറീന ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു കമ്പനി, അതിന്റെ ഇന്നത്തെ രൂപം, അതായത് അതിന്റെ ഉടമസ്ഥർ ആ കമ്പനിയുടെ പേര് മുഴുവൻ മാറ്റി
ഒരു പുതിയ കമ്പനി രൂപീകരിച്ച് അവർ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ കമ്പനിയാണ് ഈ കോയംറ്റ് എഡ്യൂടെക് എന്ന് പറയുന്നത്. എന്താ ആദ്യം ചെയ്തത്? ഗ്ലോബറിൻ ആദ്യം എന്താ ചെയ്തത്? 2019 തെലങ്കാന സ്റ്റേറ്റ് ബോർഡ് ഓഫ് ഇന്റർമീഡിയറ്റ് പരീക്ഷയുടെ ഡിജിറ്റൽ മൂല്യനിർണ്ണയ ചുമതല ഗ്ലോബറിനെ ഏറ്റെടുക്കുന്നു. അത് അവർക്കാണ് കൊടുത്തിരുന്നത്. അന്ന് ഇവരുടെ സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരുന്ന ഗുരുതരമായിട്ട് ഒരു കുഴപ്പമുണ്ട്, ഒരു പിഴവ്. ആ പിഴവ് കാരണം നന്നായി പഠിച്ച് നല്ലവണ്ണം പരീക്ഷ എഴുതിയിട്ടുള്ള 3 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ തോറ്റുപോയി. മനസ്സിലാക്കണം, 3 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ തോൽപ്പിച്ചു കളഞ്ഞു അവരുടെ സോഫ്റ്റ്വെയർ. പരീക്ഷ എഴുതാഞ്ഞിട്ടല്ല. ഈ റിസൾട്ട് കണ്ടിട്ട് മനം നൊന്ത് അത് അതിജീവിക്കാൻ കഴിയാത്ത മാനസിക സംഘർഷം കൊണ്ട് അന്ന് തെലങ്കാനയിൽ മാത്രം 23 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് അന്ന് കടുത്ത നടപടികൾ ഗ്ലോബറിനെതിരെ എടുത്തതും ആ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയതും ഇനി മേലാൽ ഇത്തരത്തിലൊരു കമ്പനി ഇവിടെ വേണ്ട എന്ന് തീരുമാനിച്ചതും. എന്നാൽ ആ ദുരന്തത്തിന് കാരണക്കാരായിട്ടുള്ള അതേ വ്യക്തികൾ പിന്നെ പേര് മാറ്റി കോയംറ്റ് എഡ്യൂടെക് എന്നൊരു പുതിയ പേരിൽ കമ്പനി രൂപീകരിച്ച് അതേ കമ്പനിക്ക് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷാ ബോർഡായിട്ടുള്ള CBSE തങ്ങളുടെ കോഡുകളുടെ മൂല്യനിർണ്ണയ കരാർ നൽകി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് എത്രത്തോളം പ്രസക്തി കൊടുക്കുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ മേഖല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കോയംറ്റ് എഡ്യൂടെക് എന്ന വിവാദ കമ്പനിക്ക് അവർക്ക് തന്നെ കരാർ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് കരാർ കിട്ടിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് 3 തവണയാണ് ടെൻഡർ നടപടികളിൽ മാറ്റം വരുത്തി കൊടുത്തത്. വെറും 17 വയസ്സുള്ള സാർത്ഥക് സിദ്ധാന്ത് തന്റെ ബ്ലോഗിലൂടെ പുറത്തോട്ടുള്ള പ്രധാന വിവരങ്ങൾ നോക്കിയാൽ ഞെട്ടിപ്പോവും. അതിൽ ഒന്നാമത്തത്, പഴയ ടെൻഡർ വ്യവസ്ഥകൾ പ്രകാരം മുമ്പ് ഏതെങ്കിലും ഒരു കാലയളവിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏതെങ്കിലും കമ്പനികൾക്ക് ഇപ്പോഴത്തെ ടെൻഡറിൽ പങ്കെടുക്കാൻ യോഗ്യത ഇല്ല എന്ന നിയമം എഴുതി വെച്ചിരുന്നു. എന്നാൽ പുതിയ ടെൻഡർ വ്യവസ്ഥയിൽ CBSE ഈ വാചകം കൊണ്ട് മാറ്റി എഴുതി നിലവിൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഉള്ളവർക്ക് പങ്കെടുക്കാൻ ആകില്ല എന്നാക്കി മാറ്റി. അതിനർത്ഥം നേരത്തെ ഒരു പക്ഷേ ബ്ലാക്ക് ലിസ്റ്റ് ആയിരുന്നു, ഇപ്പൊ ഇല്ലെങ്കിൽ പങ്കെടുക്കാമെന്ന നിലയിലാക്കി. അങ്ങനെ വന്നപ്പോ ഈ ഗ്ലോബറിന്റെ പേരങ്ങോട്ട് മാറി കോയംറ്റ് ആയപ്പോൾ കോയംറ്റിന് യാതൊരു തടസ്സവുമില്ലാതെ അപേക്ഷിക്കാൻ സാധിച്ചു. കാരണം ആ 2 വ്യക്തികളെ ചിത്രത്തിൽ ഇല്ലല്ലോ. അവരുടെ ഇപ്പോഴത്തെ കമ്പനിക്ക് ഇത്തരത്തിലുള്ള മോശം പ്രകടനമോ അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റോ ഇല്ലല്ലോ. പഴയ നിയമങ്ങളിൽ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് മോശം പ്രകടനം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഒരു പുവർ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ അവരെ അയോഗ്യരാക്കും ഈ ടെൻഡറിൽ നിന്ന് എന്നായിരുന്നു എഴുതി വെച്ചിരുന്നത്. എന്നാൽ അതങ്ങോട്ട് മാറ്റി ആ വ്യവസ്ഥ പൂർണ്ണമായിട്ടും എടുത്ത് കളഞ്ഞു. മൊത്തം എടുത്ത് കളഞ്ഞിട്ട് CBSE അത് എടുത്ത് കളഞ്ഞിട്ട് കമ്പനി എത്ര വലിയ തെമ്മാടിത്തരം കാണിച്ചാലും എങ്ങനെ തെറ്റുകൾ വരുത്തി കഴിഞ്ഞാലും അവരെ പുറത്താക്കാൻ യാതൊരു വകുപ്പും അല്ലെങ്കിൽ CBSEക്ക് അതിന് സാധിക്കില്ല എന്നൊരു അവസ്ഥ ഉണ്ടാക്കി അങ്ങോട്ട് വെച്ചു. അവിടെ തീർന്നില്ല. കമ്പനികൾക്ക് പങ്കെടുക്കാനുള്ള മുൻകാല വാർഷിക വിറ്റുവരവിന്റെ പരിധി 50 കോടിയാക്കി CBSE അങ്ങോട്ട് പുനർനിർണയിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 51.7 കോടിയാണ് ഈ കോയംറ്റിന്റെ വാർഷിക വിറ്റുവരവ് എന്ന് മനസ്സിലാക്കണം. അതായത് കോയംറ്റിന് തന്നെ ഇത് കിട്ടുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് 50 കോടിയായിട്ട് പുനർനിർണയിച്ചപ്പോ ഈ 51.7 കോടിയുള്ള കോയംറ്റിന് ടെൻഡർ കൊടുക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, സോഫ്റ്റ്വെയർ കമ്പനികളുടെ ഗുണനിലവാരം അളക്കുന്ന CMMI സർട്ടിഫിക്കേഷൻ ലെവൽ 5 നിന്ന് 3 ആക്കിയിട്ട് അങ്ങോട്ട് കുറച്ചു കൊടുത്തു. കോയംറ്റ് കമ്പനിക്ക് 5 സർട്ടിഫിക്കറ്റ് ഇല്ല, ലെവൽ 5 സർട്ടിഫിക്കറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മാറ്റം വരുത്തി കൊടുത്തു. അത് മാത്രമല്ല, പരീക്ഷാ പേപ്പർ സ്കാൻ ചെയ്യണമല്ലോ, സ്കാൻ ചെയ്തിട്ടാണല്ലോ ഡിജിറ്റലാക്കുന്നത്. അങ്ങനെ ഡിജിറ്റലാക്കുന്ന സമയത്ത് അതിന് മിനിമം വ്യക്തത 300 DPI വേണമെന്നാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അത് 200 DPI ആക്കിയിട്ട് കുറച്ചു കൊടുത്തു. അത് മതി, കുറച്ച് വ്യക്തത കുറഞ്ഞാലും കുഴപ്പമില്ല എന്നാക്കി. സാധാരണ 300 എന്നുള്ളത് 400 ആക്കാനാണ് നോക്കല്, കൂട്ടാൻ ആൾക്കാർ ശ്രമിക്കില്ല. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷെ ഇവിടെ കുറച്ചു കൊടുക്കുകയാണ്. ഇതാണ് കുട്ടികൾക്ക് മങ്ങിയിട്ടുള്ള ഉത്തരക്കടലാസ് ലഭിക്കാൻ ഇടയാക്കിയതെന്നാണ്. അതായത് സിദ്ധാന്തിന് ക്ലിയർ ഇല്ലാത്ത ഉത്തരക്കടലാസ് കിട്ടാൻ കാരണം അതാ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ രംഗത്ത് അഗ്രഗണ്യന്മാരുള്ള TCS പോലുള്ള ഭീമന്മാരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തരും സാങ്കേതികമായിട്ട് മികച്ച സംവിധാനമുള്ള TCS, അതായത് ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, അവരെ പോലെയുള്ള കമ്പനികളെ വളരെ ചെറിയ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് CBSE കാലിൽ തൂക്കി വലിച്ചങ്ങോട്ടെറിഞ്ഞു, അങ്ങോട്ട് പുറത്താക്കി. ഇതെല്ലാം ഒരു +2 വിദ്യാർത്ഥി, ഒരു 17കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി സിദ്ധാർത്ഥ എടുത്ത് പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ അത് ഞെട്ടിക്കുന്ന ഒരു വിവരമല്ലാതെ മറ്റെന്താണ്? എത്ര വലിയ ഒരു അഴിമതി, എത്ര വലിയൊരു ഉത്തരവാദിത്വമില്ലായ്മയാണ്. ഏതെങ്കിലും ഒരു പദ്ധതിയുടെ നടത്തിപ്പ് നടത്തി അത് കോടികളിൽ നിന്ന് പണം വെട്ടിക്കുന്നത് പോലെയല്ല. ഒരു രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ഈ വിദ്യാർത്ഥികളാണ്, നമ്മുടെ അടുത്ത തലമുറകളാണ്. ആ തലമുറയുടെ ഭാവി തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അഴിമതി നടത്തിയത്, ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. അതും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ബോർഡ് തന്നെ തട്ടിപ്പ് നടത്തിയതെന്ന് മനസ്സിലാക്കണം. ഈ വാർത്ത അറിഞ്ഞ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സാർത്ഥക് സിദ്ധാന്തിനെ നേരിട്ട് കാണുകയും അവന്റെ ഈ ഒരു ധീരത, കാരണം ഇതൊക്കെ എടുത്ത് പുറത്തിടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ചില്ലറ ധൈര്യമൊന്നും പോരാ, അതിനെ പ്രകീർത്തിക്കുകയും ചെയ്യേണ്ടായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ വാദങ്ങൾ
പൊള്ളയാണ് എന്ന് 17 വയസ്സുകാരൻ, വെറും 17 വയസ്സുകാരൻ തെളിയിച്ചിട്ടുണ്ട്. ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ കാര്യം ഒന്ന് ആലോചിക്കണം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ ഡൽഹിയിൽ സമരം നടന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലെ പുതിയ തലമുറ, ആ തലമുറ വെറും പ്രാണികളാണ്, അവർക്ക് യാതൊരു കഴിവില്ലാത്തവരാണ്, അല്ലെങ്കിൽ അവർ ആവശ്യമില്ലാത്തവരാണ് എന്ന് അങ്ങനെ ആക്ഷേപിച്ചത് കൊണ്ടാണ് ഈ യുവതലമുറ മുഴുവൻ പ്രാണികളാണ്, ഈ ചാണകത്തിലും അവിടെ ഇവിടെ കിടന്ന് ഒഴുകുന്ന ഈ പറയുന്ന ഈ കടൽക്കഴവന്മാർ, അവർ മാത്രമാണ് ഈ രാജ്യത്തെ സമുദ്ധരിക്കാൻ ഇനി ഉള്ളത് എന്ന് ചിന്തിക്കുന്ന മട്ടിൽ പ്രതികരിച്ചതുകൊണ്ടാണ് കോക്രോച്ച് എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ ഒരു പ്രതികരണ സംവിധാനം പോലും ഉണ്ടായത്. ഇന്നലെ ഡൽഹിയിൽ ഒരു പ്രകടനം നടത്തുമ്പോൾ ആ പ്രകടനത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ത്യയിലെ പുതിയ തലമുറയെ തകർത്ത് അവരെ നാറാണക്കല്ലിളക്കാൻ വേണ്ടി അവർ വളരരുത്. അവരടുത്ത തലമുറ, ഇന്ത്യയെ വളർത്തേണ്ട അടുത്ത തലമുറയാണ്. ആ തലമുറ നശിച്ച് നാറാണക്കല്ലിളക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസ മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് ഞാനും നിങ്ങളും പറയണം. ഏതായാലും ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൗസ് അനക്സിൽ വെച്ചിട്ട് പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ അയാള് തന്റെ കണ്ടെത്തലുകൾ അത് മുഴുവൻ ഒരു പ്രസന്റേഷനായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഈ ഡിജിറ്റൽ അഴിമതി പാർലമെന്റ് സമിതിക്ക് മുന്നിൽ എത്തുകയും രാജ്യം അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടിയിലേക്ക് കടന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അത് എത്രത്തോളം അങ്ങോട്ട് ഫലപ്രദമാകും എന്ന് കണ്ടറിയണം. കാരണം വിവാദങ്ങൾക്ക് കാരണക്കാരായിട്ടുള്ള ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുള്ള CBSE ചെയർമാനെയും സെക്രട്ടറിയും തൽസ്ഥാനത്ത് നിന്ന് സ്ഥലം മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഒപ്പം ഈ ഓൺ സ്ക്രീൻ മാർക്കിംഗ് കരാർ കമ്പനികളെ കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണം എന്ന് സർക്കാർ ഉത്തരവ് ഇട്ടു. ഇതൊക്കെ എവിടെ ചെന്നാണ് എത്തിക്കുന്നതെന്ന് വരും ദിവസങ്ങൾ കണ്ടിട്ട് പറയാം. Different angles. Don't forget to subscribe and support this channel.